2024 ജനുവരിയിൽ ചിലിയിലെ കൺസെപ്സിയോൺ എന്ന സിറ്റിയിൽ നടക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. ജനുവരി 13 രാവിലെ മുംബൈയിൽ നിന്നും എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ട കേരളം എയർലൈൻസ് ആംസ്റ്റർഡാം വഴി സാന്റിയാഗോയിൽ എത്തിച്ചേരാൻ പോവുകയാണ്. നിങ്ങൾ ഈ കാണുന്നത് സാന്റിയാഗോയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള വമ്പൻ മലനിരകളാണ്, ആന്തസ് പർവ്വതനിരകൾ. മനോഹരമായ ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് യാത്ര തുടരുകയാണ്. വിമാനം സാന്റിയാഗോയിലെത്തിയതിനു ശേഷം സാന്റിയാഗോ എയർപോർട്ടിൽ നിന്നും ബസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. ഏകദേശം 20 മിനിറ്റോളം യാത്ര ചെയ്താൽ ഞാൻ സഞ്ചരിക്കുന്ന ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്നും കൺസെപ്സിയോണിലേക്ക് ബസ്സിൽ വേണം പോകാൻ. ഏകദേശം 6 മണിക്കൂർ സഞ്ചാരം. Pero ustedes trabajando en el taxi, ¿no? Sí. Mi español no es malo. ¿Sí? No, está bien. ¿Está bien? No, sí. Con mucho colombiano. Sí, entonces hay mucho truco. Yo tengo mucho amiga en Ponce. Pero hay para llegar, para buscarme en término Callao, en Concepción. La tarde. Sí, pues 2:30, 3:30, 4:30, 6:30, 8:30. ടെർമിനൽ Santiago para allá hasta Valparaíso. സൂർ എന്നാണ് ഈ ബസ് സ്റ്റേഷന്റെ പേര്. ഏകദേശം 16 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എത്തിച്ചേരാറായി. അത് കഴിഞ്ഞാൽ അവിടെ നിന്നും കൺസെപ്സിയോണിലേക്കുള്ള യാത്ര തുടരും. ഇത് സാന്റിയാഗോയിൽ നിന്നും കൺസെപ്സിയോണിലേക്കുള്ള യാത്രയിലാണ്. കാണുന്നത് ആന്തസ് പർവ്വതനിരകൾ. ഇപ്പോൾ ബസ്സിലാണ് സഞ്ചാരം. മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ നിന്നും കൺസെപ്സിയോൺ വഴിയുള്ള ബസ്സിലുള്ള യാത്ര. അങ്ങനെ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ എത്തിച്ചേർന്നു. 14ാമത്തെ നിലയാണ്. എയർബിഎൻബി വഴിയാണ് ഇത് ബുക്കിംഗ് ചെയ്തത്. വളരെ മനോഹരമായ ഒരു ബെഡ്റൂമുള്ള സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്. എല്ലാ ഭക്ഷണം പാകം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എല്ലാം നോക്കിക്കണ്ടു. അന്നത്തെ വിശ്രമത്തിന് ശേഷം പിറ്റേ ദിവസം രാവിലെ, അതായത് തിങ്കളാഴ്ച രാവിലെ വേഗയിലേക്ക് പുറപ്പെട്ടു. 7 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വീണ്ടും സന്ദർശിക്കുന്നത്. ഇത് ഒരു മാർക്കറ്റ് കോംപ്ലക്സ് ആണ്. ഇവിടെ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ചെറിയ ചെറിയ കടകളുണ്ട്. പല വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ വളരെ തുച്ഛമായ വിലയ്ക്ക് ഇവിടെ ലഭ്യമാകും. വേഗയിൽ നിന്നും ഉച്ചയോടെ തിരിച്ചെത്തി. അതിനുശേഷം ലാ കുസീനയിൽ നിന്നും ഉച്ചഭക്ഷണം. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 6 മണി. കോൺഫറൻസിന്റെ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങിയിരിക്കുന്നു. വ്യാഴാഴ്ച കോൺഫറൻസ് ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി കൺസെപ്സിയോൺ സിറ്റിയിൽ നിന്നും കുറച്ച് മാറി ഏകദേശം 30 കിലോമീറ്ററോളം അകലെയുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു ഡിന്നർ അറേഞ്ച് ചെയ്തിരുന്നത്. എൻ്റെ സുഹൃത്തായ ലൂയിസിനോടൊപ്പം കാറിൽ സഞ്ചരിക്കുമ്പോൾ പകർത്തിയ ദൃശ്യങ്ങളാണിത്. ഈ തരത്തിലുള്ള ദൃശ്യങ്ങൾ വളരെ സ്വാഭാവികമാണ് എല്ലാ സിഗ്നലുകളിലും. എൻ്റെ സുഹൃത്തും കൺസെപ്സിയോൺ യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് പ്രൊഫസറുമായ ടി വി പ്രകാശിൻ്റെ കൂടെ
കന്നി തെലങ്കയിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു ഉച്ചഭക്ഷണത്തിന്. ഇത് കൺസെപ്സിയോൺ സിറ്റിയിൽ നിന്നും കുറച്ച് അകലെയുള്ള ഒരു ചെറിയൊരു ബീച്ചും അതോടനുബന്ധിച്ച് ഉള്ള ചെറിയൊരു ടൗണും കൂടിയാണ്. ഇവിടെ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. കൂടാതെ ഇടവേളകളിൽ, അതുപോലെ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒരുപാട് പേർ ഭക്ഷണത്തിനായി എത്താറുണ്ട്. ഭക്ഷണവും കഴിഞ്ഞ് അല്പം വിശ്രമത്തിനു ശേഷം ഞങ്ങൾ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്, കൺസെപ്സിയോൺ സിറ്റിയിലേക്ക്. ഇത് ലൂയിസ് മിഖേൽ, എൻ്റെ സുഹൃത്തും. കൺസെപ്സിയോൺ യൂണിവേഴ്സിറ്റി ഓഫ് ബയോബിയോയിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ടൽക്കോവാനോ എന്ന ടൗണിലേക്ക് യാത്ര ചെയ്യുകയാണ് ലൂയിസ് മിഖേലിൻ്റെ കൂടെ. ഇത് തൽക്കോവാനോ. ലഞ്ച് കഴിച്ചതിന് ശേഷം ടൽക്കോവാനോയിൽ നിന്നും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇത് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് തൊട്ടടുത്തുള്ള ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ്, ജുംബോ സൂപ്പർ മാർക്കറ്റ്. Restaurants near the building where I stay. After the pandemic, things are very expensive in Chile. I am visiting my friend's house in Chiguante, a town close to the city where I stay. ഡിയോഗെ എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ പേര്. ഡിയോഗയും അദ്ദേഹത്തിൻ്റെ അച്ഛനും മാത്രമാണ് ഇവിടെയുള്ളത്. ഞാൻ ഇപ്പോൾ ഡിയോഗേൻ്റെ വീട് കാണിക്കാൻ പോവാണ്. ഈ വീട്ടിൽ രണ്ട് ഫ്ലോർസ് ഉണ്ട്. ഒന്ന് താഴെ, മറ്റേത് മുകളിൽ. ഇവിടെ മനോഹരമായ സോഫകൾ എന്തെല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ ഹോൾവേയിൽ നടന്നുകൊണ്ട് പോവാണ്. അതാണ് സ്റ്റെയർകേസ്. ഇതൊരു ബെഡ്റൂമാണ്. ഇത് വേറൊരു ലിവിംഗ് റൂമാണ്. നമ്മൾ കർട്ടൻ തുറക്കുമ്പോൾ അവിടെ ഒരു സിറ്റ് ഔട്ടും ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പിന്നെ ഒരു ടിവിയും ഉണ്ട് ഇവിടെ. പിന്നെ അതൊരു ബെഡ്റൂമാണ്. ഇതും ഒരു ബെഡ്റൂമാണ്. ഇപ്പം അതൊരു ബങ്ക് ബെഡാണ്. നമ്മുടെ മോളിയും താഴെയുള്ള ബെഡ്.
ഇതാണ് വാഷ്റൂം. പിന്നെ നമ്മളിപ്പം മുകളിലോട്ട് പോവുകയാണ്. നമ്മൾ സ്റ്റെയർകേസ് ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ നമ്മളിപ്പോൾ പോകുമ്പോൾ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനാണ്. അത് ആടിൻ്റെ ബെഡ്റൂമാണ്. നല്ലതായിട്ട് വിരിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ ന്യൂസ് കാണുകയാണ്. അതാണ് ഓഫീസ് റൂം. നമ്മളുടെ ജോലികളൊക്കെ ചെയ്യാൻ ഇവിടെ ഭയങ്കര ഈസിയാണ്. ഇപ്പം നമ്മൾ താഴോട്ട് നടന്നു പോവുകയാണ്. ഡിയഗോയ്ക്ക് ഇസിഡോറ അയച്ച ഒരുപാട് സ്റ്റിക്കറുകളുണ്ട്. അത് കാണിച്ചു തരികയാണ് ഡിയഗോ. Now we are going to a shopping complex near where I stay. ഇത് കൺസെപ്ഷൻ സിറ്റിയിൽ തന്നെയാണ്. കൺസെപ്ഷൻ സിറ്റിയിൽ നിന്നും സിറ്റി സെന്റർ ദ പ്ലാസ പെറുവിൽ നിന്നും കുറച്ച് ഒരു 100-200 മീറ്ററോളം നമ്മൾ ഈ സിറ്റി സെന്ററിലെത്തി. ഇത് ധാരാളം മാളുകളും റെസ്റ്റോറൻറ്റുകളുമുള്ള ഒരു ഏരിയയാണ്. ഇവിടെ ഒരുപാട് പേരെ കാണാൻ സാധിക്കും. ഈ നൃത്തം സാധാരണ രീതിയിൽ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഇങ്ങനെ തെരുവുകളിൽ ഇങ്ങനെ കുട്ടികൾ ചേർന്ന് നൃത്തം ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഡാൻസാണ് നിങ്ങൾ കാണുന്നത്. അവിടെ സിറ്റി സെന്ററിൽ നിന്നും തിരിച്ച് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ചയായിരുന്നു കാണാൻ ഇഷ്ടപ്പെട്ടു. ഉസ്മാൻ ബാർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ ധാരാളം വെറൈറ്റി ഫുഡ്സ് അവൈലബിൾ ആണ്. ഇവിടേക്ക് അകത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ ക്യൂവിലായിരിക്കും പല സമയത്തും. വലിയ തരത്തിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഏകദേശം 2 വർഷത്തോളമായി പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഈ കാണുന്ന ധാരാളം ഇവിടെ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു കമ്പനി അവർ നേരിട്ട് നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. വളരെ സ്വാദിഷ്ടമായ ധാരാളം വെറൈറ്റി ഫുഡ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്നതൊക്കെ പലതരം ഉസ്മാൻ സർവീസുകളാണ്. ഏകദേശം 25-30ഓളം തരത്തിലുള്ള സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. അതിവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ്. പിറ്റേ ദിവസം എൻ്റെ സുഹൃത്ത് രവിപ്രകാശ് അതിൻ്റെ BMW കാറുമായി എന്നെ പിച്ച് ചെയ്യാൻ വരികയാണ്. ഇതാണ് കാറ്. എൻ്റെ സുഹൃത്ത് ലൂയിസ് മിക്കായലിൻ്റെ വീട്ടിലേക്ക് എന്നെ ലൂയിസ് മിക്കായൽ ഒരു അത്താഴത്തിന് ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും വരാതിൽ നിന്നും പകർത്തിയ ചിത്രമാണ്. മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് ബാൽക്കണി. ഇത് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ 14th ഫ്ലോറിലാണ്. താഴെ സ്വിമ്മിംഗ് പൂൾ, എല്ലാവിധ ഫെസിലിറ്റികളും ഇവിടെ ലഭ്യമാണ്. സുഹൃത്തിൻ്റെ ലൂയിസിൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ ലൂയിസിൻ്റെ വീട്ടിൽ നിന്നും അത്താഴത്തിന് ശേഷം ഏകദേശം 5:30 ഞാൻ അവിടെ നിന്ന് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പുറപ്പെട്ടു. പാർക്കിഡേക്കുള്ള വഴിയാണ് അപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ വലിയ ഒരു മേള നടക്കുകയാണ്. പറയുന്ന പോലെ എക്സിബിഷൻ പോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ആ വീതിയിലൂടെ കടന്നു പോകുന്നതോടെ ധാരാളം പേർ പല തരത്തിലുള്ള
കച്ചവടം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പലതരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാണ്. ഞാൻ എൻ്റെ ക്യാമറ ഓൺ ചെയ്ത് അതുവഴി സഞ്ചരിക്കുകയാണ്. ഏഴാം തീയതി ഞാൻ അങ്ങനെ മടങ്ങുകയാണ്. കൺസെപ്സിയോണിൽ നിന്നും സാന്റിയാഗോയിലേക്ക് ബസ്സിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. സാന്റിയാഗോയിൽ 28-ാം തീയതി 12:45 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ തലേന്നാൾ ഞാൻ അവിടെ പോയി സാന്റിയാഗോയിൽ താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്ത് ഏകദേശം 6 മണിക്കൂറോളം കൺസെപ്സിയോണിൽ നിന്ന് യാത്ര ചെയ്യണം. പക്ഷേ ഏകദേശം 600 കിലോമീറ്റർ ആണ് ഈ അവിടെ നിന്നും സാന്റിയാഗോയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. പക്ഷേ വെറും 6 മണിക്കൂർ കൊണ്ട് ഈ 600 കിലോമീറ്റർ ദൂരം ഓടിയെത്താൻ വേണ്ടി ഈ ബസ്സിന് സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് റോഡിൻ്റെ 2 ഭാഗത്തു നിന്നെടുക്കാം. ശാന്തമായത്, വലിയ മലനിരകൾ, നിവർന്നു കിടക്കുന്ന പാതയാണ്. വലിയ വളവോ കയറ്റമോ ഇറക്കമോ ഇല്ലാത്ത വളരെ നിരന്ന പാതയാണ്. ഞാനിവിടെ ടെർമിനൽ സൂറിൽ എത്തിച്ചേർന്നു സാന്റിയാഗോയിൽ. അവിടെ നിന്നും ലഗേജ്, ഇതാണ് ഞാൻ യാത്ര ചെയ്ത ബസ് സാലോകാമ. അവിടെ നിന്ന് ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഹോട്ടലിലേക്ക്, ഐബിസ് ഹോട്ടലിലായിരുന്നു ഞാൻ താമസിച്ചത്. ഹോട്ടലിലേക്ക് ഞാൻ പോയി. ഇത് ഐബിസ് ഹോട്ടലിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ട്രീറ്റാണ്. ഇവിടെ നിന്നും വൈകുന്നേരം ഞാൻ സാന്റിയാഗോ സിറ്റി കറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സാന്റിയാഗോ സിറ്റിയിലെ മെട്രോ മെട്രോ ടിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം മെട്രോയിൽ കൂടി യാത്ര ചെയ്ത് ഈ പ്രദേശത്തെ എത്തിച്ചേർന്നു. സെറോ സാൻ ക്രിസ്റ്റൽ എന്ന് പറയുന്ന വലിയ ഒരു ഹിൽ സ്റ്റേഷൻ ഈ സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ എത്താറുണ്ട്. അങ്ങനെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ഐബിസ് റെസ്റ്റോറൻറ്റുകളിൽ അവിടെ മനസ്സിലാക്കിയതിന് ശേഷം ഞാനിവിടെ പോകാമെന്ന് തീരുമാനിക്കുകയും അവിടെ പോയി.
ഇപ്പോൾ നമ്മൾ അതെ. സെറോ സാൻ ക്രിസ്റ്റലിൽ എത്തിയിരിക്കുന്നു. അതെ, നമ്മൾ മുകളിലോട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾക്ക് ഭയങ്കര കാഴ്ചകൾ മനോഹരമായ സിറ്റി നമ്മൾക്ക് ഇവിടെ നിന്നും കണ്ട് ആസ്വദിക്കാൻ പറ്റും അല്ലേ? അതെ, മനോഹരമായ ഇതാണ് സാന്റിയാഗോ നഗരം. ഓ നല്ലായിട്ട് നല്ല ബ്യൂട്ടി. ഇത് എൻ്റെ കൂടെ ഒരു ബ്രസീലിൽ നിന്നും വന്നെത്തിയ കാണാനെത്തിയ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി നമ്മൾ ഒരേ കാറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അതായത് അവരുടെ പേര് ഇലക്ട്രിക് കാർ. അവരുടെ പേര് പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് നോക്കൂ, ഇപ്പോൾ കാണുന്നത് ദൂരെ കാണുന്നതാണ് സ്കൈ ടവർ. അത് സാന്റിയാഗോ സിറ്റിയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ സെറോ സാൻ ക്രിസ്റ്റൽ മൗണ്ടൈനിൽ നിന്നും അതിൻ്റെ മറുവശത്തേക്ക് ഇലക്ട്രിക് കേബിൾ കാർ വഴി നമ്മൾ മറുവശത്തേക്ക് പോവുകയാണ്. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ കാണുകയാണ്? സിറ്റിയാണോ? അതെ, മനോഹരമായ ആ ദൃശ്യം നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകും. അത് മാത്രമല്ല, ആ കാണുന്നത് മലനിരകളാണ്. ആൻറ്റസ് പർവ്വത മലനിരകളാണ് ആ കാണുന്നത്. നോക്കൂ, കേബിൾ കാർ എങ്ങനെയാണ് യാത്രക്കാരെ. അതെ, എല്ലാം നല്ലൊരു അനുഭവം കൂടിയാണ് ഈ യാത്ര. സാന്റിയാഗോ സിറ്റിയിൽ എത്തിച്ചേരുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്പോട്ട് കൂടിയാണിത്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് കേബിൾ കാർ വഴി തന്നെ സാൻ ക്രിസ്റ്റലിൻ്റെ മറുഭാഷത്തേക്ക് നമ്മൾ തിരിച്ചെത്തി. അവിടെ നിന്ന് നമ്മൾ താഴെ തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക് വന്ന് പിന്നെ നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മൾ തിരിച്ചു പോകുമല്ലേ. I want the water. It's very, I want the water many cold. We have reached the other end of this Cerro San Mario. You speak in Portuguese. I will speak in my. Ok. Meu nome é Breno Duarte e a gente está em Santiago do Chile. É verão e está quente pra caramba, muito quente. Entendeu? And in my mother tongue, my idioma de madre, Malayalam. എൻ്റെ പേര് സുദർശൻ. ഞാൻ സാന്റിയാഗോയിൽ രണ്ടാഴ്ചയോളമുള്ള ഇവിടെ. ഇനി ഞാൻ നാളെ തിരിച്ച് വീട്ടിലേക്ക് പോകും. അതായത് ആംസ്റ്റർഡാം വഴി മുംബൈ വഴി ഇന്ത്യയിലേക്ക് പറക്കും. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സമയം ഏകദേശം 6:30 മണി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പോർച്ചുഗീസ് സുഹൃത്താണ് രണ്ടുപേരും. നമ്മൾ ഇപ്പോൾ ഏകദേശം 10-15 മിനിറ്റിൽ ഇത് കഴിഞ്ഞ് താഴെ എത്താം. പിന്നെ അവിടെ വേറെ ഹോട്ടലിലേക്ക് പോവാണ്. Eu não entendi nenhuma palavra. A única coisa que eu sei Tá de tarde, que agora é no relógio. é que ele falou que tá o horário dele e que a gente tá em Santiago. Tirando isso, eu não entendo nenhuma vírgula que ele fala. Não entendo nada. Não entendo nada. Okay. Ok, bye. Going back to the bottom of the hill, the other side, you can see the Santiago city. É o Santiago, verdade? Yes. Estádio de futebol. Ali eu andei que era pra ser um teleférico, eu acho. Olha, não era? Ali?
കാഴ്ചകളും കണ്ടതിന് ശേഷം നമ്മൾ താഴേക്ക് പോവുകയാണ്. അതായത് അതിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണ് ഈ സെറാൻ ക്രിസ്റ്റൈൻ. അപ്പോൾ ഇത് വളരെ സ്റ്റീപ്പാണ് ഈ റെയിൽ ട്രാക്ക് എന്ന് പറയുന്നത്. വളരെ സ്റ്റീപ്പാണ്. പെട്ടെന്ന് പോകാൻ പറ്റും. അത് വളരെ സ്ട്രെയിറ്റ് ട്രാക്ക് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് അതിവിടെ എത്തും. ഇപ്പം നമ്മൾ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും നമ്മളൊരു ഊബർ എടുത്ത് പ്ലാസ ദെ അർമാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പം നിങ്ങൾ കാണുന്നത് സാന്റിയാഗോയിലുള്ള ദൃശ്യമാണ്. അതായത് സാന്റിയാഗോ നഗരം. പ്ലാസ ദെ അർമാസ് എന്ന് പറയുന്നത് വളരെ ബിസി സിറ്റിയാണ്. ഇത് ഊബർ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയാണ് ഈ ഊബറിൽ നമുക്ക് കിട്ടുക. അതായത് നല്ല സർവീസാണ് ഊബറിൽ. അതായത് നമ്മൾ സാൻ പെഡ്രോ പ്ലാസ ദെ അർമാസിലെത്തി. ഇവിടെ പ്ലാസ ദെ അർമാസ് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതെ, നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്താണ് ഈ കാണുന്ന പ്ലാസ ദെ അർമാസ് എന്ന് പറയുന്നത്. ഇവിടെ പല കാര്യങ്ങളും ദൃശ്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാകും, അനുഭവങ്ങളും. അങ്ങനെ അത് കഴിഞ്ഞ് ബ്രസീലിൻ്റെ ഫ്രണ്ട് അവരവരുടെ ഹോട്ടലിലേക്ക് പോയി. ഇത് ഈ സ്ഥലമൊക്കെ അവർ മുമ്പ് രാവിലെ തന്നെ സന്ദർശിച്ചത് കൊണ്ട് അവർക്കിത് കാണണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ പോയി. ദെൻ ഇത് തൊട്ടടുത്തുള്ള ചില ഫോട്ടോ ചില ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു 2 പേർ ചേർന്നുള്ള ഒരു ഡ്രാമ, ഒരു പ്ലേ ആണ്. അവർ കുറേ പേർ കൂട്ടം ചേർന്ന് ഇത് കാണാനുമുണ്ട്. ഇത് കഴിഞ്ഞ് ഞാനിങ്ങനെ നടന്ന് പട്ടണത്തിലൂടെ നടന്ന് ഊബർ എടുത്തില്ല. വീണ്ടും ഞാൻ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്ന് നേരെ എൻ്റെ ഹോട്ടലിലേക്ക് പോകാനുണ്ടായിരുന്നു. ഇത് മടങ്ങാൻ പോവുകയാണ്. അതായത് ഞാൻ ഹോട്ടലിൽ നിന്നും 28-ാം തീയതി ജാനുവരി 2024 അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോവാണ്. 12:45 എൻ്റെ ഫ്ലൈറ്റ്. അതെ, പ്രോഗ്രാമിനായിരുന്നു വന്നിരുന്നത്. ഒരു കോൺഫറൻസും കൂടാതെ ഒരു റിസർച്ച് വിസിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന മനോഹരമായ ഒരു പാതയാണിത്. ഏകദേശം 10-15 മിനിറ്റോളം മാത്രമേ അവിടെ നിന്ന്, വലിയ ദൂരം ഇല്ലാത്തൊരു ലൊക്കേഷനിലായിരുന്നു ഞാൻ താമസിച്ചത്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2 ആണ്. എയർപോർട്ടിനകത്ത് പോയി ഞാൻ ഇപ്പോൾ ബോർഡിങ് ചെയ്യുകയാണ്. കുറച്ചൊക്കെ എയർപോർട്ടിനടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബോർഡിങ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്ന് നേരെ ഈ ഫ്ലൈറ്റ് സാന്റിയാഗോയിൽ നിന്നും ബുവനസ് ഐറസിൽ പോകും. ബുവനസ് ഐറസിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പോകും. അല്ലേ? ലഗേജ് മിസ്സിംഗ് ആയി. എന്നിട്ട് ഏകദേശം അത് ഈ എയർലൈനിൽ തന്നെ അവരോട് തന്നെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ എൻ്റെ ലഗേജ് തിരിച്ച് കിട്ടിയായിരുന്നു. നമുക്ക് ഇവിടുന്ന് കടന്നു വരാൻ നോക്കൂ. അവിടെ ഒരു മനോഹരമായ ഒരു ക്ലോക്ക്. ക്ലോക്കിനകത്ത് ഇറ്റ് ലുക്സ് ലൈക്ക് സംബഡി ഈസ് changing the clock handle. It looks like ഈ ദൃശ്യം പകർത്തിയിരിക്കുന്നത് ആംസ്റ്റർഡാം എയർപോർട്ടിൽ നിന്നാണ്. ശരിക്കും നമ്മളൊരു അതിനകത്തൊരു ആനിമേഷൻ ആണത്. ബേസിക്കലി അതിനകത്ത് ആരോ ചെയ്യുന്നത് പോലെ തന്നെ തോന്നും. വളരെ കൗതുകപരമായുള്ളത് കൊണ്ട്, കൗതുകം ഉണർത്തുന്നത് കൊണ്ട് ഞാനവിടെ നിന്ന് ദൃശ്യം മൊബൈലിൽ പകർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതായിരിക്കും ഈ യാത്രയിലെ അവസാനത്തെ ദൃശ്യം എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ യാത്രാ വിവരണം. അങ്ങനെ 2024 ജനുവരി 12-ാം തീയതി തിരുവനന്തപുരത്തു നിന്നും യാത്രയെ ആരംഭിച്ച് 28-ാം തീയതി തിരിച്ച് സാന്റിയാഗോയിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ച് 30-ാം തീയതി രാവിലെ ഏകദേശം 8 മണിയോടുകൂടി തിരുവനന്തപുരത്ത് ലാൻഡ്